തമ്മിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഇന്ന് മുതലൊരു യാത്ര പോവുകയാണ്, ഒരു സൗത്ത് ഇന്ത്യ റൈഡ്. ഇന്നത്തെ വീഡിയോ ഈ യാത്രയുടെ ഒരു ഇൻട്രോ വീഡിയോ ആണ്. നമ്മൾ രാവിലെ 9 മണിക്ക് യാത്ര തുടങ്ങി മലക്കപ്പാറ വഴി വാൽപ്പാറ വന്ന് സ്റ്റേ എടുക്കുന്നവരുള്ള കാഴ്ചകളും ഈ ട്രിപ്പിൻ്റെ പ്ലാനും നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളുമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. നമ്മൾ സൗത്ത് ഇന്ത്യ റൈഡ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു 20 ദിവസവും വളരെ ചെറിയ ബഡ്ജറ്റും മാത്രമാണ് നമുക്കുള്ളത്. 20 ദിവസം കൊണ്ട് എന്തായാലും സൗത്ത് ഇന്ത്യ മുഴുവൻ നമുക്ക് കാണാൻ കഴിയില്ല. മെയിനായിട്ടും തമിഴ്നാടും കർണാടകയൊക്കെ കറങ്ങി വരാനാണ് പ്ലാൻ. നമ്മുടെ സമയവും ക്യാഷും നമുക്ക് എപ്പോൾ തീരുന്നോ അപ്പോൾ തിരിച്ചു വരും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഇനി അങ്ങോട്ട് നല്ല കിടിലൻ കാഴ്ചകളാണ് വരാനിരിക്കുന്നത്. ഇനി നമ്മൾ എവിടെയൊക്കെ പോകുന്നുണ്ടെന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോവാം. നമ്മൾ നേരെ വാൽപ്പാറ പോയി അവിടെ റൂം എടുത്ത് പിറ്റേ ദിവസം അവിടുത്തെ കുറച്ച് കാഴ്ചകളെല്ലാം കണ്ട് ആനമല വഴി പൊള്ളാച്ചി വന്ന് തിരുമൂർത്തി ഫാൾസ് എല്ലാം കണ്ട് 1 കിലോമീറ്റർ മല കയറി വേണം ഇവിടേക്ക് എത്താൻ. പിന്നെ നമ്മൾ നേരെ പോയത് കൊടൈക്കനാലിലേക്കാണ്. കൊടൈക്കനാൽ ഒരു ദിവസം സ്റ്റേ എടുത്ത് പിറ്റേ ദിവസം രാവിലെ ഗുണാക്കേവെല്ലാം കണ്ട് പിന്നെ നമ്മൾ പോയത് കൊടൈക്കനാലിൻ്റെ തന്നെ ലാസ്റ്റ് വില്ലേജായിട്ടുള്ള പൂണ്ടിയും ക്ലാവരയും ഒക്കെയാണ്. ഈ യാത്രയിലെ ഏറ്റവും ഭംഗിയുള്ള വില്ലേജാണ് ക്ലാവര. ചെറിയ ചെറിയ വീടുകളും നല്ല ഭംഗിയുള്ള കൃഷിയിടങ്ങളൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത. പിന്നെ നമ്മൾ പോയത് ഊട്ടിയിലേക്കാണ്. അവിടുത്തെ കുറച്ച് കാഴ്ചകളെല്ലാം കണ്ട് നേരെ മസനഗുഡിയിലേക്ക് എത്തി. ഇനി അങ്ങോട്ട് നമ്മുടെ യാത്ര ഫുള്ള് കാടാണ്. പിന്നെ മുതുമല, ബന്ദിപ്പൂര്, കബനിയും നാനാച്ചിയൊക്കെ പോയി സഫാരി എടുത്ത് കടുവയും കണ്ട് മടങ്ങുന്നതാണ് ഈ യാത്ര. അപ്പോൾ തുടങ്ങിയാലോ? കൂടെ കൂടിക്കോ, അടിപൊളി കാഴ്ചകളാണ്. നമ്മൾ വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുറച്ചങ്ങ് വന്നപ്പോഴേക്കും ദേ ഇരിക്കുന്നു ഒരു സിംഹവാലൻ. സാധാരണ ഇവരങ്ങനെ ഇവിടെ കാണാറില്ല. ഒരെണ്ണം ഉള്ളൂ എന്ന് കരുതി നോക്കിയപ്പോൾ ദൂരെ മരങ്ങളിലായിട്ട് വേറെയും കുറേ എണ്ണം ഇരിക്കുന്നുണ്ട്. ഇവിടെ സാധാരണ കാണാറ് നമ്മുടെ കോമൺ മങ്കിയും കരിങ്കുരങ്ങനെയൊക്കെയാണ്. ഇവരിപ്പോൾ കുറച്ച് നാളായിട്ട് ഇവരെ ഇവിടെ കാണാറുണ്ട്. വാൽപ്പാറയെന്ന് ഒറ്റ വന്നതായിരിക്കും. ദേ പോണു. ഇത്ര നേരം സമാധാനമായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നവൻ പെട്ടെന്ന് ഓടിപ്പോണെന്നാന്ന് ആദ്യം എനിക്ക് മനസ്സിലായില്ല. പിന്നെ നോക്കിയപ്പോഴാണ് ദൈവന്മാരാണ് ഉത്തരവാദി. ഈ മരത്തിൽ ചെറിയ കാ പഴുത്ത് കിടപ്പുണ്ട്. അത് കഴിക്കാൻ വേണ്ടിയാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കുന്നത്. ഇവരെ കൂടാതെ ഇനി ഇവിടെ ഉള്ളത് കരിങ്കുരങ്ങുകളാണ്. അവർ പൊതുവെ നാണക്കാരാണ്. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഓടി വിളിക്കലാണ് പതിവ്. എന്നിട്ടും നമ്മൾ അവിടെ നിന്ന് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ മരച്ചില്ലെല്ലാം പറിച്ച് നമ്മുടെ നേർക്ക് എറിയാറുണ്ട്. സിംഹവാലിനെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടിട്ട് ധൃതി പിടിച്ച ആ മരത്തിലെ കാ മൊത്തം തിന്നു തീർക്കുന്നതുണ്ടോ. കുരങ്ങന്മാർ മാത്രമല്ല, നമ്മൾ വരുന്ന വഴിക്ക് കാട്ടുപോത്തും ആനയെല്ലാം ഉണ്ടായിരുന്നു. ദേ നിൽക്കുന്ന കാട്ടുപോത്തിനെ കാണാൻ പറ്റുന്നുണ്ടോ? നമുക്ക് നന്നായിട്ടൊന്ന് ഷൂട്ട് ചെയ്യാനോ വണ്ടി നിർത്താനോ ഈ പ്രാവശ്യം പറ്റിയില്ല. കാരണം നമ്മൾ വരുന്നതിന് 2 ദിവസം മുന്നാണ് ഇവിടെ ഒരു ആദിവാസി സ്ത്രീയെ ആന ചവിട്ടിക്കൊന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഫുൾ ടൈം ഫോറസ്റ്റിൻ്റെ ചെക്കിങ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വാൽപ്പാറ എത്തി റൂം എടുക്കാനായിട്ട് വണ്ടി നിർത്തിയപ്പോഴേക്കും ഒരെണ്ണം പറഞ്ഞു റോട്ടിൽ ആന നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. കേട്ട മതി കേൾക്കാത്ത മതി ഞങ്ങൾ നേരെ വണ്ടി തിരിച്ചു. നമ്മളിപ്പോൾ വന്ന വഴി തിരിച്ചു പോവാണ് ആനയെ കാണാൻ. അപ്പോൾ എന്തായാലും പോണ വഴിക്ക് നമ്മുടെ ട്രിപ്പിൻ്റെ ബാക്കി കാര്യം കൂടെ പറയാം. ഇനി പറയാനുള്ളത് ബഡ്ജറ്റും സ്റ്റേയും ഒക്കെയാണ്. ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. കാരണം പലരും പല രീതിയിലാണ് യാത്ര ചെയ്യുന്നത്. മെയിനായിട്ടും നമുക്ക് എക്സ്പെൻസ് വരുന്നത് സ്റ്റേയും പെട്രോളും ഫുഡും ആണ്. പെട്രോൾ നിങ്ങളുടെ വണ്ടിയുടെ മൈലേജ് അനുസരിച്ച് എത്ര കിലോമീറ്റർ പോകാനുണ്ടെന്നൊക്കെ നോക്കിയിട്ട് കണക്ക് കൂട്ടുക. നല്ല മൈലേജുള്ള വണ്ടിയാണെങ്കിൽ
നമുക്ക് നല്ല രീതിയിൽ പെട്രോൾ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. പിന്നെ പെട്രോൾ ഫില്ല് ചെയ്യുമ്പോൾ എപ്പോഴും പമ്പിലെ മീറ്ററിലൊരു ശ്രദ്ധ വേണം. നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറ്റിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ വരുന്നത് സ്റ്റേയും ഫുഡുമാണ്. സ്റ്റേ 2 പേർക്കൊരു 800 വെച്ചിട്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ചോദിക്കുമ്പോൾ 1000-1500 പറയും. പിന്നെ നമ്മൾ വീണ്ടും ഒന്ന് ബാർഗൻ ചെയ്താൽ ഒരു നോർമൽ റൂമിന് ഒരു 800 രൂപയൊക്കെ നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ നോക്കുന്ന ലോഡ്ജ് ആണെങ്കിൽ 2 പേർക്ക് ഏകദേശം ഏറ്റവും കുറഞ്ഞൊരു 500 രൂപയ്ക്കൊക്കെ റൂം എടുക്കാം. ഫുഡ് ഒരാൾക്കൊരു ദിവസം ഒരു 150 അല്ലെങ്കിൽ 200 വെച്ചാകും. ഞങ്ങൾ 2 രൂപ കൊണ്ടാണ് 2 പേര് കണക്ക് പറയുന്നത്. നിങ്ങൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക. പിന്നെ സ്റ്റേ അടിക്കാൻ ഒരു ടെൻറ്റും കുക്ക് ചെയ്യാനൊരു ചെറിയ സ്റ്റൗവും ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും എക്സ്പെൻസ് കുറയ്ക്കാം. എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ടെൻ്റ് അടിക്കാൻ പെർമിഷൻ കിട്ടില്ല. ഫോറസ്റ്റ് ഏരിയയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ടെൻ്റ് അടിക്കാൻ പറ്റില്ല. നമ്മളെന്താണെങ്കിലും ക്യാമ്പിങ്ങിനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ടെൻ്റ് അടിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ടെൻ്റൊക്കെ അടിച്ച് പോകാനാണ് പ്ലാൻ. എങ്കിലും നമ്മൾ പോകുന്നത് കൂടുതലും ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് നമുക്ക് റൂം എടുക്കേണ്ടി വരും. നമ്മൾ ഈ യാത്രയിൽ കൂടുതലും ലോഡ്ജാണ് എടുത്തേക്കുന്നത്. വളരെ ചെറിയ റൂമും ചെറിയ സൗകര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റേയെക്കുറിച്ച് അധികമൊന്നും വീഡിയോയിൽ കാണിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ഓൾ ഇന്ത്യ റൈഡായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്. വരാനിരിക്കുന്ന ഓൾ ഇന്ത്യ റൈഡിൻ്റെ ഒരു ട്രയലാണ് ഈ യാത്ര. ഈ യാത്രയിൽ നിങ്ങൾ തരുന്ന സപ്പോർട്ട് പോലെ ഇരിക്കും നമ്മുടെ ഓൾ ഇന്ത്യ റൈഡ്. ഇനി വരുന്ന വീഡിയോകൾക്ക് നിങ്ങൾ നല്ല സപ്പോർട്ട് തരുവാണെങ്കിൽ നമ്മൾ ഈ കൊല്ലം തന്നെ 4 മാസത്തേക്ക് ഒരു ഓൾ ഇന്ത്യ റൈഡ് പോകുന്നതായിരിക്കും. നമ്മളിപ്പം ആനയെ തേടി കുറേ ദൂരം പോകുന്നു. ഇവിടെ എവിടെയാണ് ആന ഉണ്ടെന്നാ ചേട്ടൻ പറഞ്ഞത്. കുറേ വണ്ടി കിടപ്പുണ്ട്, ആന ഉണ്ടെന്ന് തോന്നുന്നു. ആനയുടെ സൗണ്ട് കേട്ടായിരുന്നു. നമ്മൾ കുറച്ച് ലേറ്റായിപ്പോയി. നമ്മൾ വന്നപ്പോഴേക്കും ആന കാട്ടിലോട്ട് കയറിപ്പോയി. നമ്മൾ കുറേ നേരം നോക്കി നിന്നെങ്കിലും കാണാൻ പറ്റിയില്ല. എല്ലാം വഴിയുണ്ടോ അച്ഛനെ? ഇടയ്ക്ക് ക്യാമറ നോക്കണേന്ന് സൗകര്യമില്ലാന്ന്. നമുക്ക് ആനയെ കാണാൻ പറ്റിയില്ലെങ്കിലും ഒരു സിംഹവാലനെ കാണാൻ പറ്റി. നമ്മൾ കറങ്ങി കിടന്ന് കുറേ സമയം പോയി. ഇനി പോയിട്ട് വേണം റൂം എടുക്കാൻ. അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. നമ്മൾ നാളെ മുതലാണ് ശരിക്കും സ്ഥലങ്ങളെല്ലാം കാണാൻ പോകുന്നത്. അപ്പോൾ വാൽപ്പാറയിലെ കാഴ്ചകളായിട്ട് അടുത്ത ആഴ്ച കാണാം.